നാരായണ 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 രാമ 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 ശ്രീരാഘവം ദശരഥാത്മജം അപ്രമേയം സീതാപതിം രഘുകുലാന്വയ രത്നദീപം ആജാനുബാഹും അരവിന്ദദളായതാക്ഷം രാമം നിശാചരവിനാശകരം നമാമി. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായാഹ പദയേ നമഃ. കാരുണ്യാമൃതവാരിധിം കരലസൽക്കോദണ്ഡബാണോജ്വലം സീതാചിത്തസരോജചാരുമിഹിരം ദൂർവാദളശ്യാമളം ശ്രീമദ്വായുസുതേന ലാളിതപദാംഭോജം പരം ദൈവതം ശ്രീരാമം ഹൃദി സാനുജം ശുഭകരം വില്വാദ്രിനാഥം ഭജേ. ശ്രീരാമം ഹൃദി സാനുജം ശുഭകരം ശ്രീരാമപുരനാഥം ഭജേ. വിശുദ്ധം പരം സച്ചിദാനന്ദരൂപം ഗുണാധാരമാധാരഹീനം വരേണ്യം മഹാന്തം വിഭാന്തം ഗുഹാന്തം ഗുണാന്തം സുഖാന്തം സ്വയം ധാമ രാമം പ്രപദ്യേ. യത്ര യത്ര രഘുനാഥ കീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ധന്യാത്മാക്കളെ, സുഹൃതികളെ, എല്ലാവർക്കും സാദര നമസ്കാരം. രാമായണ അമൃതത്തിലേക്ക് ഏവർക്കും സ്വാഗതം. രാമായണ അമൃതം ഇന്ന് നമ്മൾ 4-ാം സുദിനത്തിലാണ് അനുസ്മരിക്കുന്നത്. 3 ദിവസങ്ങളിലായിട്ട് നമ്മൾ രാമായണത്തിലെ പ്രധാനപ്പെട്ട സന്ദേശങ്ങൾ, രാമായണത്തിൻ്റെ നാൾ വഴികൾ ഓരോന്നായിട്ട് ഓർമ്മിച്ചുകൊണ്ട് ഉമാമഹേശ്വര സംവാദ രൂപത്തിൽ
ഭക്തി കൊണ്ട് രാമായണത്തെ അറിയുവാനും ഭക്തി കൊണ്ട് മനുഷ്യജന്മം സഫലമാക്കുവാനും സാധിക്കും. ഭക്തിയില്ലെങ്കിലുണ്ടല്ലോ 100,000 ജന്മങ്ങളും നിഷ്ഫലമാണ് എന്ന് ഉറപ്പിക്കുന്ന ഉപദേശങ്ങളും സന്ദേശങ്ങളും ഉമാമഹേശ്വര സംവാദ രൂപത്തില് അനുസ്മരിച്ച് നമുക്ക് പല പല കാര്യങ്ങളും ഇവിടെ പറഞ്ഞു തന്നു. ജീവിതത്തില് നമ്മൾ സമയം വെറുതെ കളയരുത്, സമയം പരമാവധി പ്രയോജനപ്പെടുത്തണം. കാരണം പലരും പിന്നീടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആലസ്യത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ നമ്മളുണ്ടല്ലോ, സമയത്തിന് വില കൊടുക്കണം. കാരണം ജീവിതം നശ്വരമാണ്, ഏതു സമയത്തും നഷ്ടപ്പെടുന്നതാണ്. അങ്ങനെയുള്ള ഈ ജീവിതത്തില് സമയത്തിന് വില കൊടുക്കാതിരുന്നാൽ നഷ്ടപ്പെട്ടതിനെ ഓർത്ത് ദുഃഖിച്ചിട്ട് കാര്യമില്ല. സമ്പത്ത് വരും പോവും. നമ്മുടെ ആ പഴയ കാലം, പ്രതാപകാലം അല്ലെങ്കിൽ ബാല്യകാലം, ഇതൊക്കെ തിരിച്ചു കിട്ടുമോ നമ്മുടെ ജീവിതത്തിൽ? ഒരിക്കലും ഇല്ല. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, കിം ക്ഷണന്മാർക്കു വിദ്യയുണ്ടാകയില്ലയല്ലോ, കിം കണന്മാരായുള്ളോർക്കർത്ഥവുമുണ്ടായി വരാ, കിമൃണന്മാർക്ക് നിത്യസൗഖ്യവുമുണ്ടായി വരാ, കിം ദേവന്മാർക്ക് ഗതിയും പുനരതുപോലെ. നെട്ടിപ്പാടിയത് കൊണ്ട് മാത്രം കാര്യമില്ല, ഇതിന്റെ സന്ദേശങ്ങൾ നമ്മൾ ഉൾക്കൊള്ളണം. അതാണ് രാമായണാമൃതത്തിലൂടെ നാം പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. കിം ക്ഷണന്മാര് എന്ന് പറഞ്ഞാൽ ക്ഷണങ്ങളെ, ക്ഷണം എന്ന് പറഞ്ഞാൽ ഈ സമയത്തിന്റെ ചെറിയ കണിക, നിമിഷങ്ങൾ എന്ന് പറയുന്നില്ലേ, അങ്ങനെയുള്ള നിമിഷങ്ങളെ നിസ്സാരമായിട്ട് കാണുന്നവൻ കിം ക്ഷണന്മാർ. ക്ഷണങ്ങളെ, സമയങ്ങളെ അല്ലെങ്കിൽ ചെറിയ ചെറിയ നിമിഷങ്ങളെ നിസ്സാരമായിട്ട്, ഒരു നിമിഷം അല്ലെങ്കിൽ 2 നിമിഷം അല്ലേ എന്ന് പറഞ്ഞ് നിസ്സാരമായിട്ട് തള്ളുന്നവരുണ്ട്. അവർക്ക് എന്തുണ്ടാവില്ല? വിദ്യ ഉണ്ടാവില്ല, ജ്ഞാനമുണ്ടാവില്ല, അറിവുണ്ടാവില്ല. അതുപോലെ കിം കണന്മാർക്ക്, അതായത് ധനത്തിന്റെ അല്പാംശത്തെ നിസ്സാരമാക്കുന്ന കിം കണന്മാർക്ക്, കണികയെ, സമ്പത്തിന്റെ അത് സാരമില്ല, അത് 50 പൈസയല്ലേ, അത് 1 രൂപയല്ലേ എന്ന് പറഞ്ഞ് നിസ്സാരമായിട്ട് ഓരോ പണത്തിന്റെയും അംശത്തെ കണക്കാക്കുന്നവർക്ക് എന്തുണ്ടാവില്ല? അർത്ഥവും ഉണ്ടാവില്ല, സമ്പത്തുണ്ടാവില്ല. കിമൃണന്മാർക്ക്, കടം നിസ്സാരമാക്കുന്നവരുണ്ട്. അവിടുന്ന് ഒരു 10 ലക്ഷം വാങ്ങിച്ചിട്ട് സാരമില്ല, പിന്നെ മറ്റൊരു വേറെ ഉണ്ട്, ഇങ്ങനെയൊക്കെ പറഞ്ഞില്ലേ. നിസ്സാരമായിട്ട് കണക്കാക്കുന്നവർ, കടം വാങ്ങിച്ചിട്ടത് നിസ്സാരമായിട്ട് കടങ്ങളെ കണക്കാക്കുന്നവരെയാണ് കിം ഋണന്മാര് എന്ന് പറയുന്നത്. കിം ഋണന്മാര്, അവർക്ക് നിത്യസൗഖ്യം, ജീവിതത്തിൽ ഒരിക്കലും സുഖം ഉണ്ടാവില്ല. അതുപോലെ ദേവന്മാരെ, ഈശ്വരനെ അവഗണിക്കുന്നവര്, ദേവന്മാരെ, ദൈവത്തെ, ഈശ്വര സ്വരൂപങ്ങളെ, നമ്മളല്ലാത്തൊരു ശക്തിയെയൊക്കെ അവഗണിക്കുന്നവരുണ്ടല്ലോ, അവർക്ക് ജീവിതത്തിൽ ഒരിക്കലും ഗതി പിടിക്കില്ല എന്നൊക്കെയാണ് ഇവിടെ നമുക്ക് പറഞ്ഞു തന്നത്. പിന്നീട് ശിവൻ ചെയ്യുന്ന കഥനമാണ്. കഥകള് എല്ലാവർക്കും അറിയുന്നതായതുകൊണ്ട് അതിനെക്കുറിച്ച് അങ്ങനെ കൂടുതൽ വിസ്തരിക്കുന്നില്ല. എങ്കിലും നമുക്കറിയാം, ഈ കഥാഭാഗം ഭൂമിദേവിക്ക് ഭാരം സഹിക്കാൻ കഴിയാതെ വന്നു. ഇതിന്റെ അധ്യാത്മ തത്വങ്ങൾ മാത്രം ഒന്ന് എടുത്ത് അനുസ്മരിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ശിവ കഥയിൽ തന്നെ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്, അധ്യാത്മരാമായണം എന്ന പേര് ഇതിനിതമധ്യയനം ചെയ്യുന്നവർക്ക് അധ്യാത്മജ്ഞാനമുണ്ടാം. ആദ്യത്തെ ഫലശ്രുതിയാണിത് രാമായണത്തിന്റെ. അധ്യാത്മരാമായണം എന്തുകൊണ്ടാണ് പേര് വന്നത്? അധ്യാത്മ രാമായണം അധ്യയനം ചെയ്യുന്നവർക്ക് അധ്യാത്മജ്ഞാനം ഉണ്ടാക്കുന്നു. പുത്രസന്തതി ധനസമൃദ്ധി ദീർഘായുസ്സും മിത്രസമ്പത്തി കീർത്തി രോഗശാന്തിയുമുണ്ടാം. ഭക്തിയും വർദ്ധിച്ചിടും മുക്തിയും സിദ്ധിച്ചിടും എത്രയും രഹസ്യമിതെങ്കിലോ കേട്ടാലും നീ എന്ന് പറഞ്ഞുകൊണ്ട് കഥ പറയാൻ ആരംഭിക്കുകയാണ്.
പങ്ക്തികന്ധരമുഖ രാക്ഷസവീരന്മാരാൽ സന്തതം ഭാരേണ സന്തപ്തയാം ഭൂമിദേവി. ഭൂമിദേവിക്ക് വളരെയധികം ദുഃഖമുണ്ടായി. നല്ലവരെ എത്ര വേണമെങ്കിലും സഹിക്കാൻ തയ്യാറാണ് ഭൂമിദേവി. ദുഷ്ടന്മാരെ സഹിക്കാൻ വയ്യാതെ വിഷമിച്ച ഭൂമിദേവി ഗോരൂപിണിയായിട്ട് പശുവിന്റെ രൂപം ധരിച്ചിട്ട് അങ്ങനെ ദേവന്മാരെ സമീപിച്ചു. ദേവന്മാരും ഗോരൂപിണിയായ ഭൂമിദേവിയും കൂടി ബ്രഹ്മാവിനെ സമീപിച്ചു. ബ്രഹ്മാവും ദേവന്മാരും ഭൂമിദേവിയും ഒക്കെ കൂടി പാലാഴിയുടെ തീരത്ത് ചെന്ന് ക്ഷീരസാഗര ശയനനായിട്ടുള്ള ഭഗവാനെ അങ്ങോട്ട് പ്രാർത്ഥിക്കുകയാണ് ഭക്തിയോടുകൂടിയിട്ട്. അതാണ് പുരുഷ സൂക്തം കൊണ്ട് സഹസ്ര ശീർഷാ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാദ് സഭൂമിം വിശ്വതോ വൃത്വാ അത്യതിഷ്ഠദശാങ്കുലം പുരുഷ ഏവേദം സർവം എൽ ഭൂതം മെച്ച ഭവ്യം. ഇങ്ങനെയൊക്കെയുള്ള പുരുഷ സൂക്ത മന്ത്രങ്ങൾ കൊണ്ട് സ്തുതിച്ചു, ഹൃദയം പൊട്ടി വിളിച്ചു പ്രാർത്ഥിച്ചു. ഇതനുസരിച്ച് ഭഗവാൻ പാലാഴിയിൽ പള്ളി കൊള്ളുന്ന ഭഗവാൻ അതാ ദേവന്മാരോട് ബ്രഹ്മാദി ദേവന്മാരോട് സന്തോഷത്തോടുകൂടി അരുളി ചെയ്യുന്ന കാര്യങ്ങള് അങ്ങനെയാണ്. ഭഗവാൻ പറഞ്ഞു, ഭഗവാനെ ജയിക്കണേ ജയിക്കണേ എന്നൊക്കെ പ്രാർത്ഥിച്ചപ്പോഴാണ് ഭഗവാൻ സന്തോഷത്തോടുകൂടി പറഞ്ഞു. എന്താണ് ഇവിടെ പ്രാർത്ഥിച്ചിട്ടുണ്ടാവുക? ദുഷ്ടന്മാരായ രാജാക്കന്മാരെ കൊണ്ട് പൊറുതിമുട്ടി രാക്ഷസ രാജാവായ രാവണനും സഹോദരന്മാരും ഒക്കെയുള്ളവര്, അതുപോലുള്ള രാക്ഷസ പ്രവരന്മാര് വേറെയുണ്ട്. അങ്ങനെയൊക്കെ കൊണ്ട് ഇവിടെ സ്വസ്ഥതയില്ലാതെ വന്നു. ജീവിതം സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റാതെ വന്നു. അതുകൊണ്ട് ഇപ്പോഴേറ്റവും ശക്തനായിട്ട് കൈലാസത്തെ എടുത്ത് അമ്മാനമാടിയ ആ രാക്ഷസ ലങ്കാധിപനായ രാവണനെയും കൂട്ടരെയും അവരുടെ അഹംഭാവത്തെയൊക്കെ ഇല്ലാതാക്കിയിട്ട് നമുക്കൊക്കെ ഒരു സമാധാനം തരണേ. ആ രാവണനെ പേടിച്ചിട്ട് ജീവിക്കാൻ പറ്റുന്നില്ല. അനുയായികളായിട്ടുള്ള ഒരുപാട് രാക്ഷസ പ്രവരന്മാരുമുണ്ട്. അതുകൊണ്ട് ഇവരൊക്കെ ഒന്ന് നിലക്ക് നിർത്തേണമേ എന്നങ്ങനെ പ്രാർത്ഥിച്ചു. ഏതായാലും ഞാൻ ദശരഥ മഹാരാജാവിന്റെ പുത്രനായിട്ട് അയോധ്യയിൽ അവതരിച്ച് ഈ രാക്ഷസന്മാരെയൊക്കെ നിഗ്രഹിച്ച് ഭൂമിയുടെ ഭാരത്തെ തീർക്കുന്നുണ്ട് കേട്ടോ, നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, ധൈര്യമായിട്ട് പോയിക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ട് മഹാവിഷ്ണു ഭഗവാൻ അനുഗ്രഹിച്ച് ദേവന്മാരെയും ബ്രഹ്മാദി ദേവന്മാരെയും ഭൂമിദേവിയെയും ഒക്കെ തന്നെ യാത്രയാക്കുന്ന രംഗം. ഇതിനിടയിലാണ് ഇതൊരു ഭാഗത്ത് പറഞ്ഞു കഴിഞ്ഞു. അപ്പോഴാണ് പറയുന്നത് ഈ സംഭവം ഇനി ഭൂമിയിൽ ഇവിടെ എങ്ങനെയാണ് ഉണ്ടായത് എന്നാണെങ്കിൽ, ഈ അമിത ഗുണവാനാകുന്ന ദശരഥ മഹാരാജാവ് എല്ലാ യോഗ്യതകളും തികഞ്ഞിട്ടുള്ള മഹാനുഭാവൻ, 10 ദിക്കിലേക്കും രഥം തെളിക്കാൻ കഴിവുള്ള ദശരഥൻ എന്ന മഹാരാജാവ്, രഘുവംശത്തിൽപ്പെട്ട മഹാരാജാവ്, സൂര്യവംശ രാജാക്കന്മാരിൽ കേമനായിട്ടുള്ള ദശരഥ മഹാരാജാവ് സരയൂ നദിയുടെ തീരത്തുള്ള അയോധ്യാപുരിയിൽ അതികേമനായിട്ട് രാജ്യഭാരം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഭാര്യമാര് 3 പേരുണ്ടായിട്ടും സന്താനമില്ലാതെ വളരെയധികം വിഷമിച്ചു. അങ്ങനെ ദുഃഖിതനായ ദശരഥ മഹാരാജാവ്, കുലഗുരുവാണ് വസിഷ്ഠൻ, ദശരഥന്റെ കുലഗുരു, അയോധ്യയുടെ കുലഗുരു, സൂര്യവംശത്തിന്റെ കുലഗുരു ആയിരിക്കുന്ന വസിഷ്ഠനുമായിട്ട് ആലോചിച്ചു. കൗസല്യ, കൈകേയി, സുമിത്ര എന്നീ 3 ഭാര്യമാര് ദശരഥനുണ്ടായിരുന്നു. സന്താനഭാഗ്യം ഇതുവരെ ഉണ്ടായില്ല. അങ്ങനെ സന്താനം ഇല്ലെങ്കിൽ ഈ രാജ്യവും ഇതൊക്കെ വ്യർത്ഥമാവുമെന്ന് ചിന്തിച്ച ദശരഥൻ വസിഷ്ഠ മഹർഷിയോട് ഏറിയേറി വരുന്ന ദുഃഖത്തെക്കുറിച്ച് പറയുന്നു. വസിഷ്ഠ മഹർഷി കുലഗുരു ദശരഥന്റെ ദുഃഖത്തിന് പരിഹാരം കാണാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് ആ വിഭാണ്ഡകൻ, ആ മുനിയുടെ പുത്രനായിട്ടുള്ള ഋഷ്യശൃംഗൻ എന്ന പ്രഭാവശാലിയും
ബ്രഹ്മിഷ്ഠനും മഹാജ്ഞാനിയുമായിട്ടുള്ള ആ മഹർഷിയെ കൂട്ടിക്കൊണ്ടുവരികയാണ്. അദ്ദേഹത്തിന്റെ പൗരോഹിത്വത്തില് സരയൂ നദിയുടെ തീരത്ത് വെച്ച് അതിഗംഭീരമായിട്ടുള്ള പുത്രകാമേഷ്ടി നടത്തുന്നു. പുത്രകാമേഷ്ടി ഇഷ്ടി യാഗം, യജ്ഞം എന്നൊക്കെ പറയുന്നില്ലേ, അങ്ങനെ പുത്രകാമേഷ്ടി യാഗം വിധിപ്രകാരം നടത്തിച്ചു. ഈ രാമായണം കേൾക്കുന്ന സമയത്ത് തന്നെ ചില ചോദ്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത്. പുത്രകാമേഷ്ടി യാഗം ആരുടെ നേതൃത്വത്തിലാണ് നടത്തിയെന്നുള്ള ആ ഒരു ചോദ്യം, അതൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാവണം. ഋഷ്യശൃംഗൻ പുത്രീയാമിഷ്ടിമിഷ്ട്വാ ദശരഥക്ഷ്മാഭൃദേവായ സാഖ്യം പറയുന്ന കഥകളൊക്കെ ശ്രദ്ധിക്കുക. അവസാനം ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കും. ഓരോ ദിവസം ഉള്ള ഭാഗത്ത് നിന്ന് ഓരോ ആഴ്ചയിലും ചോദ്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടാണ് രാമായണ പ്രശ്നോത്തരിയൊക്കെ നടത്തുന്നത്. അദ്ദേഹത്തിന്റെ പൗരോഹിത്യത്തിൽ നടന്ന യാഗം പുത്രകാമേഷ്ടി യാഗമാണ്. പുത്രന്മാരില്ലായികയാൽ എനിക്കു രാജ്യാദി സമ്പത്ത് സർവവും ദുഃഖപ്രദമെന്നറിഞ്ഞ് അങ്ങനെ വിഷമിക്കുന്ന രാജാവിന് വളരെ വിഷമത്തോടു കൂടിയിട്ടാണ് പെട്ടെന്ന് ആ ഹോമകുണ്ഡത്തിൽ നിന്ന് ഒരു പൊങ്ങി വന്നു. ഹേമപാത്രം, സ്വർണപാത്രത്തിൽ ദിവ്യ പായസവുമായിട്ട് ഇതാ ഒരു ദിവ്യ പുരുഷൻ പൊങ്ങി വന്നു. എന്നിട്ടിതാ പായസം താപകം പുത്രീയമി പായസം കൈക്കൊള്ളുക നീ ദേവനിർമ്മിതം എന്നു പറഞ്ഞു പാവകനും രാജാവിന് പായസം കൊടുക്കുന്നു. എന്നിട്ടിത് വ്രതത്തോടുകൂടി ഭാര്യയ്ക്ക് കൊടുക്കുകയാണ് വേണ്ടത്, പത്നിക്ക് അല്ലെ കൊടുക്കുകയാണ് വേണ്ടത്. പക്ഷെ ഇദ്ദേഹത്തിന് 3 പത്നിമാര് പറഞ്ഞു കഴിഞ്ഞു. കൗസല്യ, കൈകേയി, സുമിത്ര, 3 പേരാ ഉള്ളത്. 3 പേരോടും വാത്സല്യം ഉണ്ടാവണം. അതുപോലെ 3 പേർക്കും ഇങ്ങനെയുള്ള വിശേഷപ്പെട്ടത് കൊടുക്കണമല്ലോ. അങ്ങനെ കൗസല്യാദേവിക്കർദ്ധം കൊടുത്തു നൃപവരൻ ശൈഥില്യാത്മനാപാതി നൽകിനാൻ കൈകേയിക്കും. പായസമാണ്, അതിന് ചൈതന്യം നഷ്ടപ്പെടുന്നതിന് മുമ്പായിട്ട് കഴിക്കണം. ഈ നിവേദ്യ സാധനങ്ങളൊക്കെ കുറെ ദിവസങ്ങളോളം വെച്ചിട്ട് കഴിക്കുക, കുറെ കാലം കഴിഞ്ഞ് പഴകിയതിന് ശേഷം കഴിക്കുക. അതുപോലെ അതിനൊരു ചൈതന്യം ഉണ്ടാകും. അത് കഴിഞ്ഞിട്ട് കഴിച്ചിട്ട് കാര്യമില്ല. അതുപോലെ പുഷ്പം പ്രസാദമാണെന്ന് വിചാരിക്കുക, അതിങ്ങനെ ഉണക്കിയിട്ട് 15 വർഷം സൂക്ഷിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം അത് നമ്മൾ ആ ചൈതന്യത്തെ ഏറ്റെടുക്കുക. അതാണ് പുഷ്പങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ, പ്രസാദങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഘ്രാണിക്കും. എന്തിനാണെന്നറിയോ? അതിന്റെ ആ ചൈതന്യം ഉള്ളിലേക്ക് അങ്ങ് വലിച്ചെടുക്കുകയാണ്. പിന്നീട് അത് വീണു പോയാലും കുഴപ്പമില്ല എന്നുള്ള നിലയ്ക്ക്. അപ്പൊ ഈ പായസമൊക്കെ നിവേദ്യം ഉണ്ടാക്കിക്കഴിഞ്ഞാൽ നിവേദ്യം കഴിക്കുന്നത് തന്നെ അങ്ങനെ ആയിരിക്കണം. രാവിലെ 7 മണിക്കുണ്ടാക്കിയ നിവേദ്യം ഉച്ചക്ക് 12:30 മണിക്ക് കഴിക്കാൻ വകുപ്പില്ല. നമുക്കായാലും വളരെ നേരത്തെ ഉണ്ടാക്കിയ ആഹാരം കഴിക്കാനൊന്നും ഭഗവാൻ പറഞ്ഞു തരുന്നില്ല എന്നർത്ഥം. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഏതായാലും ഇപ്പോഴും പായസം കിട്ടി. അപ്പോൾ 2 ഭാര്യമാരും ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. 2 പേർക്കും പകുതി പകുതിയായിട്ട് കൊടുത്തു. ആർക്കൊക്കെയാണ്? കൗസല്യാദേവിക്ക് അർദ്ധം കൊടുത്തു, അതിന്റെ പകുതി കൈകേയിക്കും കൊടുത്തു. അപ്പോൾ സുമിത്ര ഇവിടെ പോയി. അന്നേരം സുമിത്രയ്ക്ക് കൗസല്യാദേവി ദാനം തന്നുടെ പാതി കൊടുത്തിടിനാൾ മടിയാതെ. വന്നു അല്ലെ, സുമിത്രയും വന്നുവല്ലോ. ദാ സന്തോഷത്തോടുകൂടി എനിക്ക് കിട്ടിയതിന്റെ പകുതി നേർപകുതി, പകുതിയുടെ പകുതി എന്നർത്ഥം, 4/1. ഉടനെ തന്നെ ആർക്ക് കൊടുത്തു? സുമിത്രയ്ക്ക് കൊടുത്തു, കൗസല്യ. അപ്പൊ കൈകേയി പറഞ്ഞു, ഞാനും പകുതി തരാം, ഇല്ലെന്ന് പകുതി തരാം. അപ്പോ സുമിത്രയ്ക്ക് നേർപകുതി, പായസത്തിന്റെ നേർപകുതി കിട്ടി. മറ്റുള്ളവർക്ക് അതിന്റെ പകുതിയാണ് കിട്ടിയത്. ഇതിന്റെയൊക്കെ ഫലമായിട്ട്, ഇതിനൊക്കെ അനുസരിച്ച് ഭഗവാൻ അവതരിക്കുകയാണ്. രാമലക്ഷ്മണ ഭരത ശത്രുഘ്നായി സംജ്ഞയാ. രാമൻ, ലക്ഷ്മണൻ, ഭരതൻ, ശത്രുഘ്നൻ എന്നിങ്ങനെയുള്ള പേരുകളോട് കൂടിയിട്ട് ഇവിടെ
4 പുത്രന്മാരായിട്ട് ചതുർഭാവത്തില് സാക്ഷാൽ പൂർണ്ണം ബ്രഹ്മസനാതനം തന്നെ അവതരിക്കുന്നതാണ് ഇവിടെ രാമാവതാരമായിട്ട് പറഞ്ഞത്. ആ അവതാരം നമ്മൾ ഇവിടെ വായിച്ച് പ്രാർത്ഥിക്കും. ഉച്ചത്തിൽ പഞ്ചഗ്രഹം നിൽക്കുന്ന കാലത്തിങ്കൽ അച്യുതൻ അയോധ്യയിൽ കൗസല്യാത്മജനായാൻ. പിന്നെ ഇനി ശ്രീരാമന്റെ നക്ഷത്രം പുണർദമാണ്, നവമി തിഥിയാണ്. പൂയന്നാളിൽ കൈകേയി ഭരതനെ പ്രസവിച്ചു, സുമിത്ര ഇരട്ട കുട്ടികളെ പ്രസവിച്ചു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ആയില്യം നാളില് പൂയം കഴിഞ്ഞിട്ട് അങ്ങനെ സന്തോഷത്തോടുകൂടി കഴിഞ്ഞുകൂടുകയാണ്. ദിവ്യമായ വൈഷ്ണവ സ്വരൂപത്തിൽ അസാധാരണമായ പ്രഭാവത്തോടു കൂടിയിട്ടാണ് ശ്രീരാമചന്ദ്രസ്വാമി അവതരിച്ചത്. ശ്രീരാമാവതാരം ചൈത്രമാസത്തിലാണ് ശ്രീരാമാവതാരം. സാധാരണഗതിയിൽ നമ്മൾ മീനമാസത്തിൽ എന്ന് പറയും, അല്ല ചിലപ്പോഴും മേടത്തിലേക്കും കടക്കാം. ശരിക്ക് അത് അമാന്ത്യാദിയായിട്ടാണ് കണക്കാക്കുന്നത്. ഉത്തരേന്ത്യയിലൊക്കെ ചൈത്രമാസത്തിലാണ് നമ്മുടെ കണക്ക് പ്രകാരം ശ്രീരാമചന്ദ്രസ്വാമിയുടെ അവതാരം. നവമി തിഥിയില് അതിഥി ദേവതയായുള്ള പുണർദം നക്ഷത്രത്തിൽ, അതിഥിയാണ് പുണർദം നക്ഷത്രത്തിന്റെ ദേവത. അങ്ങനെയുള്ള പുണർദം നക്ഷത്രത്തിലാണ് ശ്രീരാമചന്ദ്രസ്വാമിയുടെ ജനനം. പഞ്ചഗ്രഹങ്ങൾ ഉച്ചസ്ഥായിയില് കർക്കടക ലഗ്നത്തിൽ വ്യാഴം ചന്ദ്രനോടൊത്ത് ഉദിക്കുമ്പോൾ ജനിച്ചു ഭഗവാൻ. തലയിൽ മണിക്കിരീടവും അരയിൽ മഞ്ഞപ്പെട്ടും ദേഹം നിറയെ ആഭരണങ്ങളും മനോഹരമായ നീലനിറവും 4 കൈകളും കൈകളിൽ ശംഖചക്രം ഗദാ താമര ഇവകൾ ധരിച്ചതുമായ മഹാവിഷ്ണുവിന്റെ സ്വരൂപത്തെ കണ്ടപ്പോൾ കൗസല്യ അതിവിശേഷമായി ഭക്തിയോടുകൂടി സ്തുതിക്കുന്ന രംഗം. ആ പുത്രകാമേഷ്ടിയും ശ്രീരാമ അവതാരവും കൗസല്യ സ്തുതിക്കുന്നതുമായ ആ സ്തുതിയും ആ രംഗവും ഒക്കെയാണ് നമ്മൾ ഇന്ന് അനുസ്മരിക്കുന്നത്. പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രീ രാമ രാമ തന്നുടെ ഗുരുവായ വസിഷ്ഠ നിയോഗത്താൽ മന്നവൻ വൈഭണ്ഡകൻ തന്നെയും വരുത്തിനാൻ. ശാലയും പണി ചെയ്തു സരയൂതീരത്തിങ്കൽ ഭൂലോകപതിയാകം ദീക്ഷിച്ചാനതുകാലം. നേരത്തെ പറഞ്ഞത് പ്രകാരം ഭഗവാൻ 4 ഭാവത്തില് ഇവിടെ അവതരിക്കുന്നു. ഉച്ചത്തിൽ പഞ്ചഗ്രഹം നിൽക്കുന്ന കാലത്തിങ്കൽ അച്യുതൻ അയോധ്യയിൽ കൗസല്യാത്മജനായ. നക്ഷത്രം പുനർവസു നവമിയല്ലോ തിഥി. നക്ഷത്രാധിപനോടുകൂടവേ ബൃഹസ്പതി കർക്കടകത്തിൽ അത്യുച്ച സ്ഥിതനായിട്ടല്ലോ. അർക്കനും അത്യുച്ചസ്ഥനുദയം കർക്കടകം. അർക്കജന്തുലത്തിലും ഭാർഗവൻ മീനത്തിലും വക്രനും ഉച്ചസ്ഥനായി മകരം രാശി തന്നിൽ നിൽക്കുമ്പോൾ അവതരിച്ചിടിനാൻ ജഗന്നാഥൻ. ആ ഭഗവാന്റെ അവതാരം അത് കഴിഞ്ഞിട്ട് ആ ശംഖചക്ര ഗദാപത്മങ്ങളോടുകൂടി അവതരിച്ചിരിക്കുന്ന പൂർണ്ണം ബ്രഹ്മസ്വരൂപനായ ശ്രീരാമചന്ദ്രസ്വാമിയെ കൗസല്യാദേവി സ്തുതിക്കുന്ന സ്തുതി. സുന്ദരഗാത്രിയായ കൗസല്യാദേവി താനും വന്ദിച്ചു തെരുതരെ സ്തുതിച്ചു തുടങ്ങിനാൾ. നമസ്തേ ദേവദേവ ശംഖചക്രാബ്ജധര. നമസ്തേ വാസുദേവ മധുസൂദന ഹരേ. നമസ്തേ നാരായണ നമസ്തേ നരകാരേ. സമസ്തേശ്വര ശൗരേ. നമസ്തേ ജഗൽപതേ. നിന്തിരുവടി മായാദേവിയെ കൊണ്ടു വിശ്വം സന്തതം സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിക്കുന്നു.
സത്വാദി ഗുണത്രയമാശ്രയിച്ചെന്തിന്നിതെന്നുത്തമന്മാർക്കു പോലും അറിവാൻ വേലയത്രേ. പരമൻ പരാപരൻ പരബ്രഹ്മാഖ്യൻ പരൻ പരമാത്മാവ് പരൻ പുരുഷൻ പരിപൂർണൻ അച്യുതൻ അനന്തൻ അവ്യക്തൻ അവ്യയൻ ഏകൻ നിശ്ചലൻ നിരുപമൻ നിർവാണപ്രദൻ നിത്യൻ നിർമ്മലൻ നിരാമയൻ നിർവികാരാത്മാ ദേവൻ നിർമ്മമൻ നിരാങ്കുലൻ നിരഹങ്കാരമൂർത്തി നിഷ്കളൻ നിരഞ്ജനൻ നീതിമാൻ നിഷ്കൽമഷൻ നിർഗുണൻ നിഗമാന്തവാക്യാർത്ഥവേദ്യൻ നാഥൻ നിഷ്ക്രിയൻ നിരാകാരൻ നിർജര നിഷേവിതൻ നിഷ്കാമൻ നിയമിനാം ഹൃദയ നിലയനൻ അദ്വയൻ അജൻ അമൃതാനന്ദൻ നാരായണൻ വിദ്വൻ മാനസ പത്മ മധുപൻ മധുവൈരി സത്യജ്ഞാനാത്മാ സമസ്തേശ്വരൻ സനാതനൻ സത്വ സഞ്ജയ ജീവൻ സനകാദിഭിസേവ്യൻ തത്വാർത്ഥബോധരൂപൻ സകല ജഗന്മയൻ സത്താമാത്രകനല്ലോ നിന്തിരുവടി നൂനം. നിന്നുടെ മഹാമായ തന്നുടെ ബലത്തിനാൽ ഇന്നു നിൻ പാദാംഭോജം കാൺമാനും യോഗം വന്നു. തുൽക്കാരുണ്യത്താൽ നിത്യമുൾക്കാമ്പിൽ വസിക്കേണം. ഇക്കാണാകിയ രൂപം ദുഷ്കൃതമൊടുങ്ങുവാൻ വിശ്വമോഹിനിയായ നിന്നുടെ മഹാമായ വിശ്വേശ മോഹിപ്പിച്ചിടായിക മാം ലക്ഷ്മീപതേ. കേവലമലൗകികം വിഷ്ണു വൈഷ്ണവമായ രൂപം ദേവേശ മറയ്ക്കേണം മറ്റുള്ളോർ കാണും മുൻപേ. ലാളനാശ്ലേഷാദ്യന് അനുരൂപമായിരിപ്പോരു ബാലഭാവത്തെ മമ കാട്ടേണം ദയാനിധേ. പുത്രവാത്സല്യ വ്യാജമായൊരു പരിചരണത്താലേ കടക്കേണം ദുഃഖ സംസാരാർണവം. ഭക്തി പൂണ്ടിത്തം വീണു വണങ്ങി സ്തുതിച്ചപ്പോൾ ഭക്തവത്സലൻ പുരുഷോത്തമൻ അരുൾ ചെയ്തു. ശ്രീരാമേന്ദ്രസ്വാമി കൗസല്യാദേവിയോട് പറയുന്ന വാക്കുകളും ഭഗവാന്റെ ആ രാമാവതാരത്തിൻ്റെ വിശേഷ ഭാവത്തെയും കാണിച്ചു കൊടുക്കുന്നു. പിന്നീട് ഭഗവാന്റെ ബാലലീലകൾ അനുസ്മരിക്കുന്നു. വിശ്വാമിത്രന്റെ യാഗരക്ഷയ്ക്കായിട്ട് രാമലക്ഷ്മണന്മാരെ കൂട്ടിക്കൊണ്ടുപോകുന്ന ഭാഗം ഇതൊക്കെയാണ് ബാലകാണ്ഡത്തിലൂടെ നമുക്ക് കാട്ടിത്തരുന്ന രംഗം. അടുത്ത സുദിനത്തിൽ നമുക്ക് വിശ്വാമിത്രന്റെ യാഗരക്ഷയ്ക്ക് പോകുന്ന രംഗം, വിശ്വാമിത്രൻ രാജകൊട്ടാരത്തിലേക്ക് വരുന്ന രംഗം തുടങ്ങിയിട്ടുള്ള കഥാഭാഗങ്ങളൊക്കെ അനുസ്മരിക്കാം. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേണ മാർഗേണ മഹീം മഹീഷാഃ. ഗോ ബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. രഘുകുലോത്തമം കൗശികാധൃതം പിതൃകൃതേ വൃതാരണ്യജീവിതം കപിസഹായകം രാവണാന്തകം ദശരഥാത്മജം രാമമാശ്രയേ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ
രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ.